അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾക്ക് അറിവ് വന്നവും നൽകി പരിപാലിക്കുന്ന നമ്മുടെ ബദരിയ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. കോഴിക്കോട് ജില്ലയിലെ മടവൂരിനടുത്ത് നടിയനാട് ആദരണീയരായ മർഹൂം സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന വലിയ മനുഷ്യൻ തന്റെ ശ്രമഫലമായി തുടക്കം കുറിക്കുകയും ഇന്ന് അവിടുത്തെ നാമധേയത്തിൽ വളർന്നു പടർന്നു പന്തലിക്കുകയും ചെയ്ത മഹത്തായ സ്ഥാപനമാണ് ബദരിയ. ഏറ്റവും പ്രധാനപ്പെട്ട ബദരിയയുടെ സംരംഭമായ സി ഉസ്താദ് മെമ്മോറിയൽ ദർസ് 100-ലധികം വരുന്ന മുതഅല്ലിമീങ്ങളാൽ സമ്പന്നമാണ്. ഒരുപാട് മുഅ്മിനീങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദർസിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സൗകര്യത്തിൽ ഒരു നിസ്കാര പള്ളിയിൽ ഒരു 10 മുതഅല്ലിമീങ്ങളെ കൊണ്ട് ആരംഭിക്കാൻ ഉദ്ദേശിച്ച ദർസ് അൽഹംദുലില്ലാ ഇന്ന് വിശാലമായ പുതിയ ക്യാമ്പസായി പുതിയ ഭൂമി വാങ്ങുകയും ബിൽഡിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ സന്തോഷകരവും അഭിമാനകരവുമാണ്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ മുതഅല്ലിമീങ്ങളുടെ ഭക്ഷണവും മറ്റുമൊക്കെ ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ടാണല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റമളാൻ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ മുതഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ചെറിയൊരു സഹായം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് 3500 രൂപയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ 3 നേരം ഒരു ദിവസം നമുക്ക് ഭക്ഷണമാണ്. പിന്നെ 2 നേരം ചായയും ചെറിയ കടിയും 2 നേരം കൂടി 1500 രൂപ അങ്ങനെയും ചെലവുണ്ട്. ഏതായാലും ഒരു ദിവസം നമുക്ക് 12000 രൂപ നമുക്ക് ചെലവ് വരും. അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആളുകൾ ഒരു ദിവസത്തെ ഭക്ഷണമോ ഇനി അതല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഒരു 3500 രൂപ നമ്മൾ വിചാരിച്ചാൽ ഒരു ദിവസം ഒരു 10 രൂപ മാറ്റിവെച്ചാൽ വർഷത്തിലൊരിക്കൽ മുതഅല്ലിമീങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാം. 10 രൂപ ഒരു ദിവസം മാറ്റിവെച്ചാൽ 3650 രൂപയുണ്ടാവും. അപ്പൊ കുറച്ച് ദിവസം ഒന്നും സാധിച്ചില്ലെങ്കിൽ പോലും 350 ദിവസം നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചാൽ തന്നെ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം മുതഅല്ലിമീങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അപ്പൊ നല്ല മനസ്സോടെ സാധിക്കുന്നവരൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ഏറ്റെടുത്താൽ അത് വലിയ സന്തോഷവും. അതും സാധിക്കാത്തവർ ഒരു ചായയുടെയും കടിയുടെയും ക്യാഷെങ്കിലും നൽകിയാൽ വലിയ കാര്യമാണ്. ഇപ്പോ നിങ്ങൾ ഏറ്റെടുത്ത് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തന്നെ നൽകാൻ കഴിയുന്നവർ നൽകുകയും അല്ലാത്തവർ വിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. ആ പുണ്യമായ റമളാനിന്റെ രാപ്പകലുകളുടെ മഹത്വം കണക്കിലെടുത്ത് ആ സമയത്ത് നൽകുകയോ ചെയ്താൽ മതി. അതൊരു വലിയ പുണ്യമായിരിക്കും. എല്ലാ ദിവസവും രാവിലെ മുതഅല്ലിമീങ്ങൾ യാസീൻ ഓതി നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് മരിച്ചുപോയവർക്കും വേണ്ടി ഹദിയ ചെയ്ത് ദുആറക്കും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഹദ്ദാദും സൂറത്തുൽ മുൽക്കും വാഖിയയും അടക്കം ധാരാളം പതിവ് വിറുതുകൾ നമ്മുടെ മുതഅല്ലിമീങ്ങളുടെ ശീലമാണ്. അപ്പോഴൊക്കെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ബുർദയുടെയും ദലായിലുൽ ഖൈറാത്തിന്റെയും റാത്തീബിന്റെയും ഒക്കെ മജ്ലിസുകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. ഈ മുതഅല്ലിമീങ്ങളൊക്കെ വളർന്ന് നാളെയുടെ പ്രതീക്ഷകളായി പല നാടുകളിലും സേവന നിരതരാകുമ്പോൾ അവർ ചെയ്യുന്ന സേവനത്തിന്റെ ഒക്കെ ഒരു ഓഹരി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പോസിറ്റീവായി എന്നും എത്തിക്കൊണ്ടിരിക്കും. ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാവാൻ കഴിയുന്ന ആരും വിട്ടുപോവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. ഖൈറിന്റെ വഴിയിൽ വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ സദഖകൾ സംഭാവനകൾ അള്ളാഹു വലിയ ഹസനാത്തായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.